നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. കുട്ടികൾ ഉൾപ്പെട്ട കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അവണിശ്ശേരി വികസന ജനകീയ സമിതി സംഘടിപ്പിച്ച അവണിശ്ശേരി ഫെസ്റ്റും മുല്ലനേഴി സ്മാരക നാടകോത്സവവും സമാപിച്ചു. 10 ദിവസങ്ങളിലായി വിവിധ സമിതികളുടെ നാടകങ്ങളാണ് അരങ്ങേറിയത്. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി ത്രിദിന ക്രിസ്മസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. വാർത്തകൾ വിശദമായി. ചേർപ്പിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. കുട്ടികൾ ഉൾപ്പെട്ട കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുതുവത്സര ദിവസം പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. പാലക്കാട് സ്വദേശികളായ കുട്ടികൾ ഉൾപ്പെട്ട കുടുംബമായിരുന്നു കാർ യാത്രികർ. തളിക്കുളം സ്നേഹതീരം ബീച്ച് കണ്ട് മടങ്ങുകയായിരുന്നു ഇവർ. യാത്രക്കിടെ ചേർപ്പ് CNN സ്കൂളിന് മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ പഴയ കാനറ ബാങ്കിന് സമീപം റോഡരികിലെ വൈദ്യുത പോസ്റ്റ് ഇടിച്ചു തകർത്തു. സമീപത്തെ കടകളുടെ ബോർഡുകളും തകർത്ത കാർ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിലെ ഇരുമ്പ് ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുത ബന്ധം നിലച്ചു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അവണിശ്ശേരി വികസന ജനകീയ സമിതി സംഘടിപ്പിച്ച അവണിശ്ശേരി ഫെസ്റ്റും മുല്ലനേഴി സ്മാരക നാടകോത്സവവും സമാപിച്ചു. 10 ദിവസങ്ങളിലായി വിവിധ സമിതികളുടെ നാടകങ്ങളാണ് അരങ്ങേറിയത്. കവി VG തമ്പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് പുളിങ്കുഴി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് മുഖ്യാതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി ബൈജു, ജനകീയ സമിതി സെക്രട്ടറി ശൈലേഷ് കുമാർ, ട്രഷറർ KS സുരേഷ് കുമാർ, അജിത ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വീരനാട്യം വിശ്വഭാരതി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകം തേന്മാവ് പൂത്തപ്പോൾ, ചേർപ്പ് പാട്ടുകൂട്ടം, സ്വരമാലിക ഓർക്കസ്ട്ര എന്നീ ടീമുകളുടെ ഗാനമേള തുടങ്ങിയവ അരങ്ങേറി. കഴിഞ്ഞ 10 ദിവസമായി അവണിശ്ശേരി ഗ്രാമം ഒരു കലാഗ്രാമമായി മാറിയിരിക്കുകയാണ്. ഒരു കലാഗ്രാമം എന്ന് നിശ്ചയം പറയാവുന്ന വിധത്തിലുള്ളതായ കലയുടെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ തന്നെ ഒരു കേന്ദ്രമായിട്ട് ഈ ഗ്രാമം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി ത്രിദിന ക്രിസ്മസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. സ്കൂൾ മാനേജർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അച്ചടക്കമുള്ള കുട്ടികളായിട്ട് തരിക. ഞങ്ങൾക്ക് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിലുണ്ട്. സ്കൂളിൽ പാഠ്യവിഷയങ്ങളുണ്ട്. ചിലർക്ക് പഠിക്കാൻ താല്പര്യം കുറവായിരിക്കും. റിസൾട്ട് പോരുമ്പോൾ നമുക്കറിയാം, ഓണം ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോൾ റിസൾട്ട് വരുന്നത്. പക്ഷേ പാഠ്യേതര വിഷയം എന്ന നിലയിൽ നമ്മളുടെ അച്ചടക്കത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ SPCക്ക് കഴിയുന്നു. അത് നിങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം അച്ചടക്കമുള്ള കുട്ടികളായി വരിക. രണ്ടാമത്തത് നമ്മളെ നിയമത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നതാണ്. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല നിയമങ്ങളും നമ്മൾ അനുശാസിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ തന്നെ സ്വയം ഒബ്സർവ് ചെയ്യാനായിട്ട് പല നിയമങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ പാലിച്ചാലാണ് മറ്റുള്ളവരിലേക്ക് അത് കൊടുക്കാൻ കഴിയുക. PTA പ്രസിഡന്റ് ഫ്രാൻകോ ഫ്രാൻസിസ് അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ CM ജോഷി, വാർഡ് മെമ്പർ ടോമി പല്ലിശ്ശേരി, സിവിൽ പോലീസ് ഓഫീസർ ധനേഷ്, ACPO റോസ്മോൾ എന്നിവർ സംസാരിച്ചു. ലിംഗസമത്വം, ആരോഗ്യകരമായ സൗഹൃദം, മൊബൈൽ ഫോണിലെ ചതിക്കുഴികൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി വിദഗ്ധർ ക്ലാസ് എടുക്കും. ത്രിദിന ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. അപൂർവ രോഗബാധിതനായ യുവാവിന് SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖയുടെ കൈത്താങ്ങ്. വെങ്ങിണിശ്ശേരി തടത്തിൽ വീട്ടിൽ
ബാബുവിന്റെ മകൻ സജിനായി സ്വരൂപിച്ച 75,000 രൂപ ശാഖാ ഭാരവാഹികൾ കൈമാറി. 26-കാരനായ സജിൻ ടി ബാബു അപൂർവ ജനിതക രോഗമായ ഹൈപ്പറോക്സലൂറിയ ടൈപ്പ് 1 വിട്ടുമാറാത്ത വൃക്ക രോഗത്തിനുള്ള ചികിത്സയിലുമാണ്. ആഴ്ചതോറും 3 തവണയാണ് സജിൻ ഡയാലിസിസിന് വിധേയമാകുന്നത്. സജിന്റെ ജീവൻ രക്ഷിക്കാൻ വൃക്കയും കരളും ഒരേ സമയം മാറ്റിവെക്കണമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 50 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. സജിന്റെ സഹോദരനും സമാനമായ രോഗാവസ്ഥയിലായത് കുടുംബത്തിന് തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സജിന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടറിഞ്ഞാണ് SNDP വെങ്ങണിശ്ശേരി സൗത്ത് ശാഖ ചികിത്സാ സഹായം നൽകാൻ തീരുമാനിച്ചത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ശാഖ സമാഹരിച്ചത് 75,000 രൂപയാണ്. സമാഹരിച്ച ചികിത്സാ സഹായം ശാഖാ ഭാരവാഹികൾ സജിന്റെ പിതാവ് ബാബുവിന് കൈമാറി. ശാഖാ പ്രസിഡന്റ് AK ഗിരിജൻ, സെക്രട്ടറി രവി പറവത്ത്, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും SNDP യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റുമായ അനിത പ്രസന്നൻ, പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, യൂണിയൻ കൗൺസിലർ ഷൺമുഖൻ കളപ്പുരയ്ക്കൽ, വനിതാ സംഘം ശാഖാ സെക്രട്ടറി വിജയ ഷൺമുഖൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചികിത്സാ സഹായം കൈമാറിയ ചടങ്ങിൽ സംബന്ധിച്ചു. സജിന്റെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥനയ്ക്കൊപ്പം സഹായവും കുടുംബം പ്രതീക്ഷിക്കുകയാണ്. ശരിയിലുള്ള ബാബു കടത്തിൽ എന്ന വ്യക്തിയുടെ മകനായ സജിൻ ടി ബാബു 26 വയസ്സ്, ജനറ്റിക്സ് സംബന്ധമായ അസുഖമാണ് വന്നിട്ടുള്ളത്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. നല്ലൊരു തുക ഇതിൻ്റെ സർജറിക്ക് വേണ്ടി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത്. കരളും വൃക്കകളും മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണ്. വളരെ സീരിയസ് കണ്ടീഷനാണ്. അപ്പോൾ SNDP വെങ്ങണിശ്ശേരി സൗത്ത് ശാഖയിൽ നിന്നുള്ള ചെറിയ ധനസഹായമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സൗത്ത് ശാഖ കമ്മിറ്റി അംഗങ്ങളും മറ്റ് വനിതാ സംഘങ്ങളൊക്കെ കൂടി ചെറിയൊരു സംഖ്യയാണ് നമുക്ക് സാധിക്കാവുന്ന മാതിരിയുള്ള കുറച്ച് പൈസ സ്വരൂപിച്ച് 75,000 രൂപയോളം നമ്മൾ ഇപ്പോൾ ഇതിനകം വളരെ കുറച്ച് ദിവസം കൊണ്ട് സമാഹരിച്ചിട്ടാണ് ഞങ്ങളൊരു ധനസഹായം എന്ന നിലയ്ക്ക് ബാബുവിൻ്റെ കുടുംബത്തിന് സജിൻ്റെ കുടുംബത്തിന് നമ്മൾ കൈമാറാണ്. ഇതിനാണെങ്കിൽ രോഗം വളരെ മാരകമാണ്. അതിന് ഒരു വരച്ച ചെറിയ 1 കോടി രൂപയോളം ഇതിൻ്റെ എല്ലാവിധ ചികിത്സാ ചെലവിനും കൂടി ആവശ്യമാണ്. അതും ലക്ഷത്തിലൊരു 10 ലക്ഷത്തിലൊക്കെ ഒരാൾക്ക് മാത്രം വരുന്ന അത്രയും അപൂർവമായ രോഗമാണ്, ജനറ്റിക് രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ കുടുംബത്തിന് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനോട് പലരുടെയും സഹായത്തോട് കൂടിയിട്ട് അവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളുമായി നമ്മൾ SNDPയുടെ ഒരു സഹകരണം എന്ന നിലയ്ക്ക് നമ്മളിതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാനായിരിക്കും. പെരുമ്പള്ളിശ്ശേരി ഇൻഡിപെൻഡൻസ് റെസിഡൻസ് അസോസിയേഷൻ 10ാം വാർഷികവും പുതുവത്സര ദിനവും ആഘോഷിച്ചു. അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AR സുജിത്ത് അധ്യക്ഷനായി. സെക്രട്ടറി KR പ്രവീൺ, CSE ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി, സ്ഥാപക പ്രസിഡന്റ് KS മോഹനൻ, മുൻ പ്രസിഡന്റ് CN പ്രേംബാസി, PA രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം 27ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംഗീത സംവിധായകൻ ശരത്തിന് നൽകുന്ന സംഗീത ശ്രേഷ്ഠ പുരസ്കാരത്തിന്റെയും ഋതുഭേദ കൽപ്പന സംഗീത നിശയുടെയും ബ്രോഷർ പുറത്തിറക്കി. സംവിധായകൻ പ്രിയനന്ദൻ ബ്രോഷർ പ്രകാശനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ KB പ്രമോദ്, ജനറൽ കൺവീനർ PK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട് എന്നിവർ പങ്കെടുത്തു. മാർച്ച് 15-ന് ചേർപ്പ് മഹാത്മാ മൈതാനിയിലാണ് ശരത് സമാദരണ സംഗീത നിശ നടക്കുക. ഗാനരചനയുടെ 50 ആണ്ട് പിന്നിട്ട MT രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും.
നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയാകും. എടപ്പാൾ വിശ്വനാഥൻ, റീന മുരളി തുടങ്ങിയ ഗായകർ സംഗീത നിശയിൽ ഗാനങ്ങൾ ആലപിക്കും. വാടാനപ്പള്ളി സൂപ്പർ ഡാൻസ് കളക്ഷന്റെ 1ാം വാർഷികം ആഘോഷിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IK സുധീഷ്, 15ാം വാർഡ് അംഗം മുരളീധരൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈന മുഹമ്മദ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. സൂപ്പർ ഡാൻസ് കളക്ഷൻ ഉടമ ഉബൈദു, താലിയ ഉബൈദു, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സൂപ്പർ ഡാൻസ് കളക്ഷൻ വാടാനപ്പള്ളി ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ സുധീഷ്, വാടാനപ്പള്ളി പഞ്ചായത്ത് 15ാം വാർഡ് മെമ്പർ മുരളിച്ചേട്ടൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈന മുഹമ്മദ് എന്നിവർക്ക് സൂപ്പർ ഡാൻസ് കളക്ഷന്റെയും ഞങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ ആനുവലിന്റെ ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ 1000-ൽ പരം വിദ്യാർത്ഥികൾക്കുള്ള ഗ്രൂപ്പ് ഡാൻസിന്റെ സെറ്റുകൾ നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ സിനിമാറ്റിക്കിന്റെ ഡ്രസ്സുകളും ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സ്കൂള് ടീച്ചർമാരായാലും പിള്ളേരായാലും വന്നുകഴിഞ്ഞിട്ട് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 10ാം ഉദയവേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഉത്സവ ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകത്തോടെ ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് 3-ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പാണ്ടിമേളം അരങ്ങേറി. കുടമാറ്റം, വർണ്ണമഴ, കേളിപ്പറ്റ്, തായമ്പക, പാണ്ടിമേളത്തോടെ എഴുന്നള്ളിപ്പ്, തീയാട്ട് എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രിയിൽ നടന്ന സാന്ദ്രാനന്ദാലയം നന്ദഗോവിന്ദം ഭജൻസ് ആസ്വാദകർക്ക് ആവേശമേകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചന്ദ്രാപിനി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ചന്ദ്രാപിനി VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിലാണ് കൺവെൻഷൻ നടന്നത്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. കയ്പമംഗലം ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി EP ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TS ബേബി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഹസീന, ഷേർലി സുരേഷ്, നസീറ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ അസോസിയേഷൻ അംഗം ഗീത മോഹൻദാസിനെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളമുറിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് വടക്കേടത്ത് അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CJ ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ, PS ഷാഹിർ, ലുബ്ന ജിനൂബ്, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, സീന ഇസ്മായിൽ, മണി ഉല്ലാസ്, PK സുകന്യ, PS മുഹമ്മദ് ഉല്ലാസൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ രൂക്ഷമായ പൊടിശല്യം പരിഹരിക്കാൻ ET ടൈസൺ MLA പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് പൊടിശല്യം വർദ്ധിച്ചത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ഹാളിലാണ് യോഗം ചേർന്നത്. ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് അടിയന്തരമായി പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. റോഡിന്റെ പല ഭാഗങ്ങളിലും പൊടിശല്യം രൂക്ഷമാവുകയും മൺകൂനകൾ വർദ്ധിച്ചിരിക്കുകയുമാണ്. ഇത് എത്രയും വേഗം പരിഹരിക്കണമെന്ന് വാട്ടർ അതോറിറ്റിക്കും കോൺട്രാക്ടർക്കും MLA നിർദ്ദേശം നൽകി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കറിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ, അനസ്, പ്രജീന റഫീഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ജിനൂബ്, അൻസമോൾ, സീന ഇസ്മായിൽ, ദമയന്തി ദാസൻ, PS സൈനുദ്ദീൻ, നഹിദ സലീം, സന്ധ്യ രവീന്ദ്രൻ, രശ്മി ശ്രീജിത്ത്, സെക്രട്ടറി ഗിരീഷ് മോഹൻ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നി പോൾ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈസ മോസസ്, കോൺട്രാക്ടർ മുഹമ്മദ് അലി, ER ജോഷി, CJ പോൾസൺ, അനസ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,380 രൂപ.
പവന് 99,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. കുട്ടികൾ ഉൾപ്പെട്ട കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അവണിശ്ശേരി വികസന ജനകീയ സമിതി സംഘടിപ്പിച്ച അവണിശ്ശേരി ഫെസ്റ്റും മുല്ലനേഴി സ്മാരക നാടകോത്സവവും സമാപിച്ചു. 10 ദിവസങ്ങളിലായി വിവിധ സമിതികളുടെ നാടകങ്ങളാണ് അരങ്ങേറിയത്. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി ത്രിദിന ക്രിസ്മസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.